ഹായ്, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് മാർച്ച് 10. മറ്റൊരു മാർച്ച് 10 കൂടി നമ്മൾക്കിടയിലൂടെ കടന്നു വരികയാണ്. മാർച്ച് 10 എന്ന് നമ്മൾ മനസ്സിൽ ഓടിയെത്തുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ദിനം കൊണ്ട് ധന്യമായ ഒരു ദിനമാണ് മാർച്ച് 10. 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് ബഹുമാന്യനായ മർഹൂം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയനായ പ്രഥമ അധ്യക്ഷൻ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രഖ്യാപിച്ച ആ ഒരു ദിനമാണിന്ന്. ഇക്കാലം അത്രയും നീണ്ട 78 വർഷം പൂർത്തിയാകുമ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനം വളർന്നു പന്തലിച്ച് ലോകത്തെമ്പാടും വേരുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് മാറിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവും. മുസ്ലിം ലീഗ് നേതാക്കൾ, മൺമറഞ്ഞ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന പാന്താവ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാന്യനായ മർഹൂം ഉപ്പി സാഹിബ്, വെടേക്കണ്ടി പോക്കർ സാഹിബ്, അത്തോളിയിലെ മുത്ത് CH മുഹമ്മദ് കോയ സാഹിബ്, ഗുലാം മഹമ്മൂദ് ബനാത്വാല സാഹിബ്, മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, മഹാനായ മർഹൂം പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ, അതുപോലത്തെ ഒരുപാട് മൺമറഞ്ഞ നേതാക്കൾ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. മർഹൂം അഹമ്മദ് സാഹിബ് അടക്കമുള്ളവർ നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മർഹൂം അഹമ്മദ് സാഹിബ് തൊട്ട് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ഒരുപാട് നേതാക്കൾ നമ്മൾക്കിടയിലൂടെ, നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കിടയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇന്ന് ലോകത്തെമ്പാടുമുള്ള ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് വളർന്നു പന്തലിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാക്കളാണ് നമുക്കിടയിലൂടെ കടന്നുപോയത്. ലോകത്തെ ഈ പ്രസ്ഥാനത്തെ അറിയപ്പെടാൻ ഹേതുവായ മർഹൂം അഹമ്മദ് സാഹിബിനേക്ക് നമ്മൾ ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ്. ഏതായാലും ഞാൻ കൂടുതൽ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു പ്രസ്ഥാനം ഇന്ന് 78 വർഷം പൂർത്തിയാകുമ്പോൾ കൃത്യമായും ഇന്ത്യയിലെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കൃത്യമായി അക്കമിട്ട് നിരത്തി അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രതികരിക്കാൻ ഒരു നീണ്ട നിര തന്നെ 1948 മുതൽ ഇന്ന് വരെ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇക്കാലം അത്രയും നീണ്ട 78 വർഷവും കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം ഇന്ത്യയുടെ പ്രഥമ സഭയായ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എടുത്തു പറയേണ്ട കാര്യം. കൃത്യമായി തന്നെ ഈ 78 വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ പതാകക്കോ അതിന്റെ ചിഹ്നത്തിനോ മറ്റൊന്നും ഒരു മാറ്റവും വരുത്താതെ കൃത്യമായി അചഞ്ചലമായി മുന്നേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മുനീറെ മില്ലത്ത് ഖാദർ മൊയ്തീൻ സാഹിബ് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റായി തുടരുമ്പോൾ ബഹുമാന്യ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട വഹാബ് സാഹിബ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അവസാന വാക്ക് ദേശീയ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും, ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബും ഒക്കെ നേതൃത്വം നൽകുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നേതാക്കളെ സമ്മാനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിൽ നിന്നും അതാത് കാലത്തിനനുസരിച്ച് നമുക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന അതാത് നേതാക്കളെയാണ് പാണക്കാട് നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്. ഈ കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിലും വളരെ ചടുലതയോടുകൂടി മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൃത്യമായി രാഷ്ട്രീയ പ്രസ്ഥാനം അചഞ്ചലമായി മുന്നേറുകയാണ്. ഞാൻ ഏതായാലും ഇന്നത്തെ ചർച്ചയിലേക്ക് കിടക്കുകയാണ്.
ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഇന്നത്തെ ഈ ഒരു സ്ഥാപക ദിനത്തിൽ നമുക്ക് വേണ്ടി ഇന്നത്തെ ഇന്ന് വന്ന മാർച്ച് 10 വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട്. ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് PMA സലാം സാഹിബിന്റെ ലേഖനമാണ് ഇന്ന് ചന്ദ്രികയിൽ എത്തിയിട്ടുള്ളത്. ആ ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ആ ലേഖനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആത്മാഭിമാനത്തിന്റെ 78 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ PMA സലാം സാഹിബ് മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. നമുക്ക് ലേഖനത്തിലേക്ക് കിടക്കാം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയത്താണ് മുസ്ലിം ലീഗ് സ്ഥാപക ദിനം ആചരിക്കുന്നത്. 1957 ആദ്യ നിയമസഭ മുതൽ എല്ലാ നിയമസഭകളിലും സുസ്ഥിര പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയെ തൂത്തെറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് സ്ഥാപക ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ന്യൂനപക്ഷ രാഷ്ട്രീയ പരിഹാരം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് മുസ്ലിം ലീഗ് പിറവികൊള്ളുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന സുസ്ഥിര ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം സംബന്ധിച്ച് കൃത്യമായ അജണ്ടകളില്ലാതെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയപ്പോൾ അനിവാര്യതയുടെ രാഷ്ട്രീയം എന്ന നിലപാടിലാണ് സംഘടന മുന്നോട്ട് പോയത്. 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ സ്ഥാപിതമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രം അഭിമാനകരമാണ്. വിഭജനവും സ്വാതന്ത്ര്യവും ഒന്നിച്ചു വന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നറിയാതെ വിഹ്വലതയിൽ കഴിഞ്ഞ ഒരു ജനതയ്ക്ക് മുസ്ലിം ലീഗ് ആത്മവിശ്വാസവും ധൈര്യവും നൽകി, രാഷ്ട്രീയ ബോധവും സുരക്ഷിതത്വവും നൽകി. മതനിരപേക്ഷ ഇന്ത്യയിൽ ഒരു സാമുദായിക രാഷ്ട്രീയ സംഘബോധം എങ്ങനെയായിരിക്കണമെന്ന് മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തന പദ്ധതിയിലൂടെ തെളിയിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക, ന്യൂനപക്ഷ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുക, മതസാഹോദര്യം സംരക്ഷിക്കുക തുടങ്ങിയ സ്ഥാപിത ലക്ഷ്യങ്ങളുമായി പാർട്ടി ബഹുദൂരം മുന്നോട്ട് പോയി. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KM സീതി സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, B പോക്കർ സാഹിബ്, ഉപ്പി സാഹിബ്, PMSA പൂക്കോയ തങ്ങൾ, CH മുഹമ്മദ് കോയ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങി സമ്പന്നമായ ഒരു നേതൃനിരയുടെ ബലത്തിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തി. ആദ്യകാലങ്ങളിൽ അധിക്ഷേപിച്ചവരും വിമർശിച്ചവരും മുസ്ലിം ലീഗിനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അജണ്ടയാക്കിയ പാർട്ടി മതനിരപേക്ഷ ഇന്ത്യയിലെ അനിവാര്യമായ രാഷ്ട്രീയമായി മാറുകയായിരുന്നു. ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളിലും ഭരണഘടനാ നിർമ്മാണ വേളയിലും സുപ്രധാന നിമിഷങ്ങളിലും മുസ്ലിം ലീഗ് അംഗങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുസ്വര ഇന്ത്യയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. ന്യൂനപക്ഷ പിന്നോക്ക ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ആ അവകാശങ്ങൾ അംഗീകരിക്കുന്നതാണ് പരിഷ്കൃത ജനാധിപത്യത്തിന്റെ ദൗത്യമെന്ന് രാഷ്ട്രശില്പികളെ ബോധ്യപ്പെടുത്തുന്നതിലും മുസ്ലിം ലീഗ് അംഗങ്ങൾ വിജയിച്ചു. ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങളിൽ ഏറിയ പങ്കും മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ പോരാടി നേടിയതാണ് എന്നതിൽ ഓരോ പാർട്ടി പ്രവർത്തകനും അഭിമാനിക്കാവുന്നതാണ്. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ M ഗംഗാധരന്റെ നിരീക്ഷണം പ്രസ്താവ്യമാണ്. അദ്ദേഹം എഴുതുന്നത്, എണ്ണത്തിലും സമ്പത്തിലും ന്യൂനമായ വിഭാഗങ്ങൾക്ക് അരക്ഷിതബോധമുണ്ടാകുന്ന സാഹചര്യങ്ങൾ സെക്കുലർ രാഷ്ട്രീയത്തിലുണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ സ്വരക്ഷയ്ക്കും ന്യായമായ അവകാശങ്ങൾ നേടാനും വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കുമ്പോഴാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസവും രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി പങ്കെടുക്കാനുള്ള ഉത്സാഹവും നൽകുന്നതിനോടത്തോളം ഈ രാഷ്ട്രീയം നല്ലതാണ്. രാഷ്ട്രീയത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുന്നതിനും ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാവലിനും മുസ്ലിം ലീഗ് മുൻഗണന നൽകി. ആരുടെയും അവകാശങ്ങളിൽ നിന്ന് ഒരു മുടിനാരിഴ പോലും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ സമുദായത്തിന്റെ അവകാശങ്ങളിൽ നിന്ന് മുടിനാരിഴ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. നാളിതുവരെയുള്ള മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ
എവിടെയും ഇതര സമുദായങ്ങളെ ദ്രോഹിച്ചതിൻ്റെയോ മറ്റു സമുദായങ്ങൾക്കെതിരെ വിദ്വേഷം പ്രസംഗിച്ചതിൻ്റെയോ തെളിവുകൾ ലഭിക്കില്ല. സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രി ഭരണഘടനയിൽ എഴുതി വെക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേരളീയ പൊതുസമൂഹം അതിന് വില കൽപ്പിക്കാത്തതിൻ്റെ കാരണവും ഈ വിശ്വാസ്യതയാണ്. ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഭൂരിപക്ഷ സമുദായങ്ങളുടെയും വിശ്വാസ്യതയും സ്നേഹവും സഹകരണവും ഏറ്റുവാങ്ങിയാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. 2014 ശേഷം രാജ്യം അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളും ദളിത് സമൂഹവും വേട്ടയാടപ്പെടുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാത്രം ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി മനുഷ്യർ ആക്രമിക്കപ്പെട്ടു. മതത്തിന്റെ പേരിലായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി ഏകത്വത്തെ സ്ഥാപിക്കാൻ ഭരണകൂടം അശ്രാന്ത പരിശ്രമം തുടരുന്നു. ഏകീകൃത സിവിൽ കോഡ്, വഖഫ് ഭേദഗതി ബില്ല് തുടങ്ങിയ പ്രതിലോഭകരമായ നിയമങ്ങൾ ഉണ്ടാക്കി ന്യൂനപക്ഷ പിന്നോക്ക ജനതയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവായ ഭരണഘടനയുടെ ആത്മസത്തയായ മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങളുടെ മേൽ നിരന്തരം കത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുരവസ്ഥ ഇല്ലാതാക്കാൻ മതേതര സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണിത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയത്താണ് മുസ്ലിം ലീഗ് സ്ഥാപക ദിനം ആചരിക്കുന്നത്. 1957 ആദ്യ നിയമസഭ മുതൽ എല്ലാ നിയമസഭകളിലും സുസ്ഥിര പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതു മുന്നണിയെ തൂത്തെറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നത്. ഇടതു ദുർഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം പാർട്ടി നേതൃത്വത്തിൽ പ്രശോഭിച്ച പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകളുമായാണ് കേരള സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി നാളെ കോഴിക്കോട് സ്ഥാപക ദിനം പരിപാടി സംഘടിപ്പിക്കുന്നത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അധ്യക്ഷത വഹിക്കും. പ്രശസ്ത എഴുത്തുകാരൻ കെ പി രാമനുണ്ണി മുഖ്യാതിഥിയായിരിക്കും. ഓണംപള്ളി മുഹമ്മദ് ഫൈസി അനുസ്മരണ പ്രഭാഷണം നടത്തും. പ്രിയപ്പെട്ട പ്രവർത്തകരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പച്ച പതാകയുടെ തണലിൽ അഭിമാനത്തോടെ നമുക്ക് മുന്നേറാം. പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണ്. ഇന്നത്തെ ചന്ദ്രികയിൽ വന്ന ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഈ സ്ഥാപക ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അതിൻ്റെ എല്ലാ പോയിന്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമുക്ക് മുന്നിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു യാത്രയെക്കുറിച്ച് കൃത്യമായി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നേതാക്കൾ ഈ പ്രസ്ഥാനത്തിന് ഈ കാലമത്രയും ഈ 8 പതിറ്റാണ്ടോളമായി ഈ 8 പതിറ്റാണ്ടിനോട് അടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ അജയ്യമായി മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് നേതാക്കൾ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ, ഒരുപാട് ആളുകൾ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് നമ്മിൽ നിന്നും വിട്ടുപൊരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് സംഭാവനകൾ നൽകി തങ്ങളുടെ മുഴുവൻ സമ്പത്തും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച്, തങ്ങളുടെ മുഴുവൻ ജീവിതവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച്, എല്ലാം ഒന്നുമില്ലാതെ നമ്മിൽ നിന്നും വിട്ടുപൊരിഞ്ഞു പോയ ഒരുപാട് നേതാക്കൾ നമ്മൾക്ക് മുന്നിലുണ്ട്. ഉദാഹരണത്തിന് ബഹുമാന്യനായ പ്രഥമ പ്രസിഡന്റ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വലിയ തുകൽ വ്യാപാരിയായിരുന്നു. അദ്ദേഹം വലിയ ഒരു മുതലാളിയായിരുന്നു. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഉടുക്കാൻ 1-2 ജോഡി വസ്ത്രങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ചരിത്രത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ, ബഹുമാന്യനായ മർഹൂം ചീതി സാഹിബ്, അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചത്. അങ്ങനെ ഒരുപാട് നേതാക്കൾ നമുക്കിടയിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മലപ്പുറം വെടിവെപ്പിലൊക്കെ 1980 നടന്ന ഭാഷാ സമരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മജീദ് റഹ്മാൻ കുഞ്ഞിപ്പയെ പോലെ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ ജീവത്യാഗം ചെയ്തവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായും തന്നെ നമുക്കൊക്കെ ഈ പ്രസ്ഥാനം ഓരോ പടവുകൾ കയറുമ്പോഴും
ആത്മാഭിമാനമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായി, എളിയ പ്രവർത്തകനായി നമ്മളെപ്പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചാലും മതിയാവാത്ത ഒരവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നീണ്ട 3 പതിറ്റാണ്ടിലപ്പുറം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകരൊക്കെ പ്രവർത്തിക്കുന്നു. ഏതായാലും അർഹമായ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മുസ്ലിങ്ങളാദി ദളിത് പിന്നോക്ക വിഭാഗത്തിനും വേണ്ടി ശക്തമായി നിലവിലുറപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്ത്. കൃത്യമായും അതിന്റെ വേര് കൃത്യമായി മൂന്നിക്കൊണ്ട് കൃത്യമായി തന്നെ ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളിലും ന്യൂനപക്ഷങ്ങളാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലയുറപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഗർജിക്കുന്ന സിംഹങ്ങളായി അതാത് കാലങ്ങളിൽ മുസ്ലിം ലീഗ് അവരേക്ക് അയച്ച പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ന് പാർലമെന്റിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിലെ നമുക്ക് ഇന്നിന്റെ CH എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നേതാവ് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹമായി ഒരു മനുഷ്യനായി ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന് വേണ്ടി, ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിലെ മർദ്ദിത പിന്നോക്കക്കാർക്ക് വേണ്ടി ശക്തമായി പ്രതിരോധമുയർത്തുന്ന കിട്ടേണ്ട അവകാശങ്ങൾ വാങ്ങിയെടുക്കാൻ ശക്തമായി പോരാടുന്ന ഒരു നേതാവാണ് ബഹുമാന്യനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ്. അതോടൊപ്പം തന്നെ ബഹുഭാഷാ പണ്ഡിതൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ അബ്ദുൽ സമദ് സമദാനി MP, അദ്ദേഹവും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കൃത്യമായി പാർലമെന്റിനകത്ത് ശക്തിക്കുന്ന ബഹുഭാഷാ പണ്ഡിതൻ, വലിയ പണ്ഡിതൻ, എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ സംസാരത്തെ വളരെ ആശ്ചര്യത്തോടു കൂടെ നോക്കിക്കാണുന്ന ബഹുമാന്യനായ സമദാനി സാഹിബും ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന്റെ ശബ്ദമായി നിലയുറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രതിനിധി ബഹുമാന്യനായ നവാസ് ഗനി അടക്കം ഇന്ത്യൻ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ രാജ്യസഭയിൽ ബഹുമാന്യനായ ദേശീയ ട്രഷറർ പ്രിയപ്പെട്ട വഹാബ് സാഹിബും അതുപോലെ തന്നെ ഈ പുതിയ യുവത്വത്തിന്റെ പ്രതീകമായ ഹാരിസ് ബീരാനും ഈ ഇന്ത്യൻ രാജ്യസഭയിൽ അങ്ങനെ 5 പ്രതിനിധികൾ അടങ്ങുന്ന ഏറ്റവും പ്രതാപകാലത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് വളരെ കൃത്യതയോടുകൂടെ തന്നെ എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രശ്നത്തിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് വഖഫ് വിഷയമാണെങ്കിലും കത്തോയിലെ പെൺകുട്ടിയുടെ വിഷയമാണെങ്കിലും രാജ്യത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ സുപ്രീം കോടതിയിൽ വരെ പോയി അതിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇന്നിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കും മറ്റു പിന്നോക്കക്കാർക്കും ഉള്ള ഒരു അവർ അനുഭവിക്കുന്ന യാതനകൾക്കും വേദനകൾക്കും വേണ്ടി ശക്തമായി നിലയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കൃത്യമായി വേരോട്ടമുറപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. അവസാനമായി നമ്മൾ കണ്ടത് വയനാട്ടിലെ ദുരിതത്തിലകപ്പെട്ടവർക്ക് താങ്ങും തണലുമായി 51 വീടുകൾ കൈമാറിയ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അവസാന ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കൃത്യമായി 105 വീടുകൾ ആ വയനാട്ടിലെ പാവപ്പെട്ട ആ സമൂഹത്തിന് വേണ്ടി, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതായാലും കൃത്യമായി തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇന്നും ആ കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് ഭരണഘടനയിൽ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ച അതേ കൃത്യത്തോടെ, അതേ ചിഹ്നത്തോടെ, അതേ ഹരിത പതാകയോടെ, അതേ മാനിഫെസ്റ്റോടുകൂടെ, അതേ കൃത്യമായി അഭിമാനകരമായ അസ്തിത്വത്തെ വിളിച്ചോതുന്ന നിലയിൽ ഇന്ന് ഈ പ്രസ്ഥാനം വളരെ അചഞ്ചലമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരുപാട് സമുന്നതരായ നേതാക്കൾ, സൂഫി വര്യന്മാർ, പണ്ഡിതന്മാർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, ഒരുപാട് ആളുകൾ, മറ്റു ബഹുമുഖ പ്രതിഭകൾ നമുക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി ആദരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്ന മുഴുവൻ നേതാക്കളും അതുപോലെ തന്നെ മറ്റെല്ലാവരും വളരെ കൃത്യമായി അചഞ്ചലമായി ഇന്നിന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കേൾപ്പുള്ള, ശക്തമായി പോരാടാൻ കേൾപ്പുള്ള നേതാക്കളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. ആ പ്രസ്ഥാനത്തിൽ ഒരു എളിയ പ്രവർത്തകനായി, ഒരു എളിയ ഭാരവാഹിയായി തുടരാൻ അവസരം ലഭിക്കുക എന്ന് തന്നെ വലിയ ഭാഗ്യവും അഭിമാനവുമായി കണക്കാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനത്തിൽ 2 വാക്ക് പറയാൻ അവസരം ലഭിച്ചത് പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിന്റെ വാക്കുകളിലൂടെയാണ്. അതിനേതായാലും ഈ പരിപാടി ഇന്നത്തെ ഈ വീഡിയോയിൽ എത്താൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി കണക്കാക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി
1000 അഭിനന്ദനങ്ങൾ, സ്ഥാപക ദിന ആശംസകൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.